ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെന്തിനാ അച്ഛന് കയ്യിലൊരു വിറയല്? അത് പേടിച്ചിട്ടല്ല, ധൈര്യം സംഭരിക്കാനാ. അച്ഛൻ ധൈര്യമായിട്ട് വിളിക്കച്ചാ. അപ്പൊ ഞാൻ പേര് വിളിക്കാൻ പോവാണേ. ഇനി ആ സ്വർണ്ണം അരഞ്ഞാണോ അണിയിക്കണം? അത് സേതുവേട്ടൻ ചെയ്താൽ മതി. ഏയ്, അത് പറ്റില്ല. കുഞ്ഞിന്റെ അച്ഛൻ വേണം അരഞ്ഞാണോ അണിയിക്കാൻ. അച്ഛൻ ഇന്ന് ഒരു റോഡും ഇല്ല, വെറും കാഴ്ചക്കാരൻ മാത്രം. ആര് പറഞ്ഞു? പേര് വിളിക്കേണ്ടത് അച്ഛനാ. ഓ, അത് ഞാൻ ചെയ്തോളാം. അരഞ്ഞാണം സച്ചി എന്നെ അണിയിക്കട്ടെ. എന്ത് പേരാ അത്? വല്ലതും അച്ഛൻ നോക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ ഏട്ടാ? ഞാനൊരു പേര് അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സമയമാകുമ്പോ അച്ഛനെ പേര് വിളിക്കും. അത് മതി. എന്നാലും ആ പേര് ഞങ്ങൾക്കും കൂടി അറിയണല്ലോ. അത് വേണ്ട, ഞാൻ പേര് വിളിക്കുന്ന സമയത്ത് എല്ലാരും കേട്ടാ മതി. ഓ സച്ചി, നീ ആ സ്വർണ്ണം അരഞ്ഞാനോ എടുത്ത് കുഞ്ഞിനെ എണീക്ക്. സ്നേഹ, ആ മാല കുഞ്ഞിനെ നീക്കി. പാദസരം ഞാൻ അണിയിക്കാം. ആദ്യം കുഞ്ഞിന്റെ പേര് വിളിക്കട്ടെ, അതിനുശേഷം മതിയല്ലോ ഈ സമ്മാനം കൊടുക്കലൊക്കെ. സേതുട്ടാ, ഇങ്ങോട്ടേക്ക് ഇരിക്കും. ഇനി പേര് വിളിക്കാം. സേതുട്ടാ, കുഞ്ഞിന്റെ ഒരു ചെവിയില് ആ വെറ്റില കൊണ്ട് മറച്ചു വെക്കണം. എന്നിട്ട് മറു ചെവിയില് പതുക്കെ പേര് ചൊല്ലി വിളിക്കണം. ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഇവന്മാരുടെ എല്ലാം പേര് വിളിച്ചത് ഞാൻ തന്നെയല്ലേ. പിന്നെന്തിനാ അച്ഛന് കയ്യിലൊരു വിറയല്? അത് പേടിച്ചിട്ടല്ല, ധൈര്യം സംഭരിക്കാനാ. അച്ഛൻ ധൈര്യമായിട്ട് വിളിക്കച്ചാ. അപ്പൊ ഞാൻ പേര് വിളിക്കാൻ പോവാണേ. സാക്ഷി, സാക്ഷി, സാക്ഷി. സാക്ഷി, നല്ല പേര്. കൊള്ളാല്ലേ? സാക്ഷി, നല്ല പേര്. അപ്പോ എന്നോടുള്ളിൽ പിണക്കൊന്നുമില്ല, എല്ലാം അഭിനയായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇതിൽ പിടിച്ചങ്ങ് കയറാം.
അവൾ അച്ഛന്റെ മടിയിൽ പുണ്യാഹം തളിച്ചെന്നാ തോന്നുന്നേ. മോളെങ്ങ് താച്ച. ആ ശരിയാ, ഏയ്. പുണ്യാൻ തെളിച്ചു. അതാ കരഞ്ഞു. ഞാൻ ഇവളെ ദേഹം കഴിയിച്ചിട്ട് വരാം. അമ്മ വാ. ആ. ഓ ഓ ഓ ഇല്ലടാ, പോട്ടെ പോട്ടെ, സാരില്ല കേട്ടോ. ആരാ ഒറ്റിയത്? നമ്മൾ പുഴക്കരയിലേക്ക് അർച്ചനെ തട്ടിക്കൊണ്ടുവന്ന കാര്യം അവരെങ്ങനെ അറിഞ്ഞു? ഒരു 10 മിനിറ്റോടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അവളെ സാക്ഷിയാക്കി എനിക്ക് ആ ചടങ്ങ് പൂർത്തിയാക്കാമായിരുന്നു. പക്ഷേ അതിനു മുന്നേ എന്നാരോ ചതിച്ചു. അത് പിന്നെ അവിടെ നൂലുകെട്ടിന് ആളെ കാണാതിരിക്കുമ്പോൾ അവരെന്തായാലും അന്വേഷിക്കില്ലേ? എന്നാലും ഇത്രയും വേഗം അവരവിടെ എത്തില്ല. എന്റെ പിന്നാലെ ആരോ ഉണ്ട്. ഇല്ലെങ്കിൽ എന്റെ കൂടെ നിന്ന് എന്നെ ആരോ ചതിക്കുന്നുണ്ട്. നിക്കടി. പറയടി, നീയാണോ എന്നെ ചതിച്ചത്? അയ്യോ മാഡം, എനിക്കൊന്നും അറിയില്ല. അവളെ സംശയിക്കണ്ട, അവള് വിശ്വസ്തയാ. അമ്മാവൻ പറഞ്ഞതാകാനാണ് സാധ്യത. ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ അവരെ പൊക്കിക്കൊണ്ടു പോരുമ്പോ അവിടെ വേറെ ആളുകളുണ്ടായിരുന്നു. വണ്ടിയുടെ നമ്പർ എന്തായാലും അവർ നോട്ട് ചെയ്ത് കാണും. അവൾ എന്നെ വീണ്ടും തോൽപ്പിച്ചു. ആ നഖ